കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4,836 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $4,709 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ബുധനാഴ്ച വരാനിരിക്കുന്ന ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനവും വ്യാഴാഴ്ച വരാനിരിക്കുന്ന പണപ്പെരുപ്പ ഡാറ്റയും ഈ ആഴ്ചയിൽ വിപണിക്ക് പ്രധാനമാണ്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് 15,120, തൃശൂർ എറണാകുളം 15,080 എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 26/4/2026 പവന് 1,12,960, ഗ്രാമിന് 14,120. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 31% വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും 38% ഇൻസ്റ്റിറ്റ്യൂട്ട് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും 31% ആളുകൾ സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ 38%, ഇൻസ്റ്റിറ്റ്യൂട്ട് നിക്ഷേപകരിൽ 31% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളും സ്വർണ്ണ വിപണി നീക്കങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു സൂചന നൽകുന്നില്ല. ഇന്നലെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദ് വിട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചയിൽ ഒരു പുരോഗതിയും കൈവരിക്കാനായില്ലെന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. US പ്രതിനിധി സംഘത്തിന്റെ പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനയും ഇതുവരെ ലഭ്യമായിട്ടില്ല. മേൽ സാഹചര്യങ്ങളിൽ മിഡിൽ ഈസ്റ്റ് യുദ്ധം നീളുകയും ചർച്ച പരാജയപ്പെടുകയും ചർച്ചയെക്കുറിച്ചൊരു വ്യക്തത ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വരുമാഴ്ചയിലും സ്വർണ്ണ വിപണി സമ്മർദ്ദത്തിലായി നീളാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തെങ്കിലും പുരോഗതി കൈവരിക്കുന്ന മേൽ സാഹചര്യങ്ങൾ ഉണ്ടായാൽ വിപണിയിൽ മാറ്റം പ്രതീക്ഷിക്കാം. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.